ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിശ്വനും ശ്രീജയും കൂടി ഇരുന്ന് അവിടെ ഹോസ്പിറ്റലിൽ ഇരുന്ന് അമ്മയെ പറ്റിയും അതുപോലെ വേദയെ പറ്റിയൊക്കെ ഇങ്ങനെ പറയുവാണ്. വേദയോട് അമ്മയുടെ ഒരു അവസ്ഥ പറഞ്ഞാലോ എന്നുള്ളൊരിതാണ് ഇവർ സംസാരിക്കുന്നത്. വേദയ്ക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു അമ്മയെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്ന് ശ്രീജയും പറയുക കേട്ടോ. നാളെ എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അവൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നുകൂടാന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പം നീ അങ്ങനെ വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു വിശ്വൻ. അങ്ങനെ വിചാരിക്കുന്നതല്ലേ നല്ലതെന്ന് ശ്രീജ എന്തായാലും ചോദിച്ചു. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നീ അതിൻ്റെ പോസിറ്റീവ് സൈഡ് മാത്രമേ കാണൂ, അതാണ് ആൾക്കാരുടെ ഒരു സന്തോഷം എന്ന് പറയുമ്പോൾ വിശ്വേട്ടൻ എന്നെ പുകഴ്ത്താൻ നിൽക്കാതെ കാര്യം എന്താണെന്ന് പറഞ്ഞ് ഞാൻ വേദയൊന്ന് വിളിക്കട്ടെ എന്ന് ചോദിച്ചു. വേദയൊരു കാര്യം പറയട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ നീ വിളിക്ക്, ഇനി പറഞ്ഞില്ല എന്നുള്ളൊരു വിഷമം വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. പറഞ്ഞു തീർന്നില്ല, ശ്രീജ വേദയെ വിളിക്കുക കേട്ടോ. ആ സമയത്ത് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീനിവാസൻ ജയിലിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് മാലയാക്കിയിട്ട് കൂടെയുള്ളവരെ ഇങ്ങനെ സിന്താബായൊക്കെ വിളിച്ച് കൂടെ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പാർട്ടി ഓഫീസിലേക്ക് ചെല്ലും, ഞാൻ അങ്ങോട്ടേക്ക് എത്താമെന്ന് പറഞ്ഞ് കൂടെ വന്നവരെല്ലാം ശ്രീനിവാസൻ പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞ് പിന്നെ ജോസഫേട്ടനും അതുപോലെ നമ്മുടെ രാജേട്ടനും അനിയൻകുട്ടനും കൂടി വീട്ടിലേക്ക് കയറി ചെല്ലുക. അവർ കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ സുധ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ജാമ്യം കിട്ടിയതിൻ്റെ പശ്ചാത്തലത്തിൽ ആളുകൾക്ക് മുന്നിൽ ഒരു വിശദീകരണ യോഗമാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ജാമ്യ അനുവദിച്ചാൽ അത് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ CIക്ക് മുകളിൽ വല്ലാത്ത സമ്മർദ്ദം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അതൊക്കെ പോട്ടെ സുധേ, ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, അതിനുള്ളിലേ ഇപ്പോൾ പറ്റിയിരിക്കുന്ന ഈ കോട്ടം അത് നികത്താൻ പറ്റണമെന്നും ഈ ശ്രീനിവാസൻ പറയുമ്പോൾ സാറൊന്ന് ഉഷാറായിട്ട് ഇറങ്ങി തന്നാൽ മതി, ബാക്കിയൊക്കെ ഞങ്ങളേറ്റു എന്ന് ജോസഫ് രാജേട്ടനോട് പറയാം എന്നും പറഞ്ഞുകൊണ്ട് ഇവർ നിൽക്കുന്നു. വിക്രമില്ലാത്തതിൻ്റെ കുറവ് ഇപ്പം ശരിക്കും അറിയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ശ്രീനേട്ടൻ ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അതേന്ന് സുധ, അന്ന് ആ സാബുവിനെ അറ്റാക്ക് ചെയ്ത് പോയതിന് ശേഷം അവനെപ്പറ്റി യാതൊരു വിവരവും ഇല്ല സാറേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പം അത് അവനാണെന്ന് സാറിന് ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചു. വേറെ ആർക്കാടാ ഇത്ര ധൈര്യം എന്ന് ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ സാറിൻ്റെ അറസ്റ്റ് അറിയുമ്പോൾ അവൻ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കേണ്ടതല്ലേ എന്ന് അനിയൻകുട്ടൻ ചോദിച്ചു. അപ്പോൾ അത് അവനും കൂടി അപകടമല്ലേ, അതായിരിക്കുമെന്ന് ജോസഫ് പറയാം. അപ്പോൾ തെരഞ്ഞെടുപ്പിന് മുന്നേ വരുന്ന വിഷയത്തിൽ അവൻ നിരപരാധിയാണെന്ന് തെളിയണം, അതോടെ പ്രശ്നങ്ങൾ മുഴുവനും തീരുമെന്നൊക്കെയുള്ള കാര്യങ്ങളിങ്ങനെ നമ്മുടെ ശ്രീനിവാസൻ പറയുക. എന്നിട്ട് സുധേ ആ ഫോണിങ് തരാൻ പറഞ്ഞു. എന്നിട്ട് ഫോൺ എടുത്ത് ആരെയൊക്കെയോ വിളിക്കുക. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ വാസുവിനെ വിളിച്ചു. അപ്പോൾ വാസുവിനെ വിളിച്ചിട്ട് വാസുവാ, നിന്നോടൊരു കാര്യം പറയാനും അതുപോലെ അറിയാനും വേണ്ടി വിളിച്ചതാണെന്ന് പറഞ്ഞു. എന്താടോ, താൻ എൻ്റെ രാഷ്ട്രീയ എതിരാളിയാണെന്നും പിന്നെ തൻ്റെ മേലുള്ള എൻ്റെ ജയം കാണിച്ചു തരേണ്ടത് വോട്ടെണ്ണി കഴിയുമ്പോഴാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അല്ലാതെ ഇമാതിരി ഉമ്മാക്കി കാണിച്ചിട്ടല്ലെന്നൊക്കെ എനിക്കറിയാം. അത് വാസുവൻ കാണിക്കുകയും ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ തൻ്റെ നഷ്ടം എന്തോരാണെന്ന് എനിക്കറിയാം. പക്ഷേ പ്രോഗ്രസീവ് പാർട്ടിക്കെതിരായിട്ടുള്ളൊരു ആയുധമാക്കി മാറ്റാനാണ് പരിപാടിയെങ്കിൽ ഞങ്ങൾക്ക് അതേ രീതിയിൽ തന്നെ പ്രതിരോധിക്കേണ്ടി വരുമെന്ന് ശ്രീനിവാസൻ പറയാം. ഇന്നു മുതൽ കവലകൾ തോറും വിശദീകരണ യോഗങ്ങൾ തുടങ്ങുകയല്ലേ എന്നും നീ നടത്താനും പറഞ്ഞു വാസുവൻ. നിങ്ങൾ അവനെ വെള്ള പൂശി വെളുപ്പിക്കും, അപ്പോൾ ബാക്കി കാര്യം എന്താണെന്ന് ഞാൻ നോക്കിക്കൊള്ളാവെന്നും പറഞ്ഞുകൊണ്ട് ഈ വാസുവൻ പറഞ്ഞപ്പോൾ ശ്രീനി സാറ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ എന്താ അയാൾ പറഞ്ഞതെന്ന് സുധ ചോദിച്ചു. അറസ്റ്റിൽ അയാൾക്ക് റോളൊന്നും ഇല്ലെന്നും പക്ഷെ വിക്രമൻ്റെ കാര്യത്തിൽ അയാൾ ആകെ എതിരാണ്, അവനെ കിട്ടിയാൽ അയാൾ വെറുതെ വിടില്ലെന്ന് ഉറപ്പാണെന്ന കാര്യം ശ്രീനിവാസൻ പറയും ഇവരോട്. പിന്നെ എനിക്കൊരു സംശയമുണ്ടെന്ന് ശ്രീനിവാസൻ പറഞ്ഞു. അപ്പോൾ ഇവരിങ്ങനെ നോക്കി നിൽക്കും, എന്താ ഇതിനിടയിൽ കളിക്കുന്ന ആരെങ്കിലും ഉണ്ടാകുമോ? എൻ്റെയും വാസുവൻ്റെയും ഇടയിൽ പുളിക്കനെ വെച്ച് കളിക്കാൻ ശ്രമിക്കുന്ന മറ്റാരെങ്കിലും ഉണ്ടാകുമോ എന്ന് ശ്രീനിവാസൻ ഇങ്ങനെ ഇവരോട് ചോദിക്കുമ്പോൾ കാണുമോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ആകെ ഇതായി, ഭയങ്കര ടെൻഷൻ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ വിക്ര റൂമിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അങ്ങോട്ടും അനങ്ങത്തില്ല ഇങ്ങോട്ടും അനങ്ങത്തില്ല. ആ സമയത്ത് നമ്മുടെ വേദ കുളിയും കഴിഞ്ഞ് റൂമിലേക്ക് ഇറങ്ങി വരിക. അപ്പോൾ വേദ കുളി കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോഴും വിക്രം ഇങ്ങനെ ആകെ ഒരു വല്ലാത്തൊരു ഇറിറ്റേഷനോടുകൂടി അങ്ങനെ ഇരിക്കുക. ആ കുളിച്ചിട്ട് വന്ന തോർത്ത് വിക്രത്തിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരൊറ്റ കുടയിലായിരുന്നു വേദ. അപ്പം എന്ന് പറഞ്ഞു വിക്രം ഇങ്ങനെ നോക്കുക. എന്താണെന്ന് ചോദിച്ചു. ഒന്നുമില്ല, ഈ ഏകാന്ത തടവെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, ഇത് അതാണെന്ന് പറഞ്ഞു വിക്രം. 2 പേരുള്ളപ്പോൾ എങ്ങനെയുണ്ട് വിക്രു അത് ഏകാന്ത തടവാകുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ തടവുകാരനും നീ തടവ് വിധിച്ച ജഡ്ജിയും ആണല്ലോ, സന്ദർഭവശാൽ 2 പേരും ഒരിടത്തായി പോയെന്ന് മാത്രം. എന്നാലും തടവല്ലാതെ ആവുമോയെന്ന് ചോദിച്ചു. എന്നാലും പുലിമടയിൽ തന്നെ ഒളിത്താവളം കണ്ടെത്തിയതിൻ്റെ ഒരു ത്രില്ലൊക്കെ ഇല്ലേ എന്ന് വേദ വിക്രത്തോട് ചോദിക്കുക. നിൻ്റെ അച്ഛനും ചേട്ടനും പുലികളാണെന്ന് എനിക്ക് തോന്നിയിട്ട് വേണ്ടേ എന്ന് വിക്രം ചോദിക്കുമ്പം സമ്മതിച്ചേ, അവരൊക്കെ വെറും എലികളാണ്, സമ്മതിച്ചു. ഇയാൾ വലിയ ഓറാമ്പുലിയും. എന്തോന്നാ കേട്ടിട്ടില്ലേ ഓറാമ്പുലി? ഈ 8 കാലിയില്ലേ കൂറ, അപ്പം കൂറ നിൻ്റെ അച്ഛൻ എന്ന് വിക്രം. അച്ഛന് വിളിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം നീ വിളിച്ചാൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു വിക്രം. അറിയണമെന്ന് ചോദിച്ചു. അറിയണം.
അറിയണോ എന്നും ചോദിച്ചോട്ട് വേദ അങ്ങ് ചെന്നപ്പോഴത്തേക്കും വിക്രം എന്ന് പറഞ്ഞിരിക്കുക, ഒന്നുകൂടെ വിളിക്കുക. അത് പിന്നെ അച്ഛൻ എന്നല്ലേ ഞാൻ വിളിച്ചേ. അച്ഛൻ എന്ന് പറഞ്ഞ വാക്ക് നല്ല വാക്കല്ലേ, തന്തയ്ക്കല്ലല്ലോ, തന്താന്ന് വിളിച്ചാൽ മാത്രമല്ലേ കുഴപ്പമുള്ളൂ. അച്ഛൻ നല്ല വാക്ക് തന്നെയാണ് അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രം പറഞ്ഞപ്പോഴത്തേക്കും വേദ ഒരു ചിരിയും ചിരിച്ച് അങ്ങ് പോയി. ഇടയ്ക്ക് നമ്മൾ വിക്രമാദിത്യനും വേദാളാകുന്നുണ്ടോ എന്ന് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ, ആയി വരുന്നുണ്ട് എന്ന് വേദ ഇങ്ങനെ വിക്രത്തോട് പറഞ്ഞു. വിക്രം ഒന്ന് ചിരിച്ചു. അപ്പോൾ ആരോ വന്നിങ്ങനെ വാതിൽ കൊട്ടിയപ്പോഴേക്കും ആരോ ഉണ്ട്, ഞാൻ ആരാണെന്നൊന്ന് നോക്കട്ടെ കേട്ടോ, വിക്രു കുറച്ചങ്ങ് മാറിയിരുന്നോളാൻ പറഞ്ഞു. എന്നിട്ട് വിക്രത്തിനെ മാറ്റിയിരുത്തിയിട്ട് വേദ അവിടെ നിന്ന് പോയി. വിക്രമാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ അങ്ങനെ ഇരിക്കുക. എന്നിട്ട് ഓടി വന്ന് വേദ ഫോൺ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അത് ശ്രീജയായിരുന്നു. ഹലോ ശ്രീജടുത്തി. വേദേ ഹലോ, പറ എന്തൊക്കെയുണ്ട് അടുത്ത വിശേഷം? അപ്പം ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം എന്നോട് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിക്കാൻ പറഞ്ഞു. അത് പിന്നെ വേദയ്ക്ക് വിക്രം എവിടെയുണ്ടെന്ന് വല്ല അറിവുണ്ടോ എന്നിങ്ങനെ ശ്രീജ ചോദിക്കുക കേട്ടോ. അന്നേരത്തേക്കും വേദ എന്നും അത് ഇല്ലല്ലോ ഏട്ടത്തി, എന്താ അങ്ങനെ ചോദിച്ചത്? എന്താ ഇപ്പം ഇങ്ങനെ ചോദിക്കാൻ കാരണം? അത് പിന്നെ അമ്മയ്ക്ക് വിക്രമിനെ കാണണമെന്ന് പറയുന്നുണ്ടെന്നും അമ്മ ആശുപത്രിയിലാണെന്ന കാര്യവും പറഞ്ഞു. ആശുപത്രിയിലോ? എന്താ പറ്റിയേ? അത് പിന്നെ കഴിഞ്ഞ ദിവസം രാത്രി അമ്മയ്ക്ക് ഫിക്സ് ഉണ്ടായെന്നും പറഞ്ഞ് നടന്ന സംഭവങ്ങളൊക്കെ ശ്രീജ ഇങ്ങനെ പറയാം. അത് കേട്ടപ്പോഴത്തേക്കും വേദയ്ക്ക് ഭയങ്കര ടെൻഷനായി. അപ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ ആകെ നിരാശപ്പെട്ട് ഇങ്ങനെ അവിടെ ഇരിക്കും കേട്ടോ. വേദേ അമ്മയ്ക്കത് വലിയ സന്തോഷവും വിക്രത്തെ ഒന്ന് കാണാൻ കഴിഞ്ഞാൽ. അപ്പം ശരി മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീജ അങ്ങനെ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ഇനി വിക്രം വന്നില്ലെങ്കിൽ വേദയോടെങ്കിലും ഒന്ന് വരാനായിട്ട് പറഞ്ഞിട്ടാണ് ശ്രീജ ഫോൺ കട്ട് ചെയ്യുന്നത്. വേദയ്ക്ക് ഭയങ്കര സങ്കടമായിട്ടോ. വേദ പിന്നെ ഓടിയ റൂമിലേക്ക് കയറി വന്ന് റൂം കുറ്റിയിട്ടിട്ട് വിക്രത്തിൻ്റെ അരികിലേക്ക് വരുമ്പോൾ ആരായിരുന്നു ഫോണിലെന്ന് ചോദിച്ചു. അപ്പോൾ ഇന്നലെ വിക്രം സംശയിച്ചതും ടെൻഷൻ അടിച്ചതും സത്യമായി എന്ന് വേദ വിക്രത്തോട് പറയും. ശ്രീജേടത്തിയായിരുന്നു വിളിച്ചതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിരുന്നില്ലേ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ശ്രീജേടത്തി എന്നെ വിളിക്കാതിരിക്കില്ല എന്ന്. എന്താ കാര്യം എന്ന് വെച്ചാൽ നീ പറ, എന്താ? അന്നേരം അമ്മ ആശുപത്രിയിലാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം അയ്യോ എന്താ എൻ്റെ അമ്മയ്ക്ക് പറ്റിയെന്ന് ചോദിച്ചിട്ട് വിക്രം ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചു. അന്നേരം ഉറക്കത്തിൽ ഫിക്സ് പോലെ വന്നു എന്നാണ് പറഞ്ഞത്. ഇന്നലെ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോവുകയും ചെയ്തു അത്ര. ഇന്നൊരു ചെറിയ നെഞ്ചുവേദന പോലെ വന്നു എന്ന കാര്യവും ഇപ്പോഴും ഹോസ്പിറ്റലാണെന്നൊരു കാര്യം പറയാം. അപ്പോൾ ഇന്ന് രാത്രി എന്തായാലും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും, എനിക്ക് എൻ്റെ അമ്മയെ പോയി കണ്ടേ പറ്റുമെന്ന് വിക്രം പറയുമ്പം മണ്ടത്തരം പറയാതിരിക്കും, ഞാൻ അമ്മയെ പോയി കണ്ടിട്ട് വന്നോളാമെന്ന് വേദ പറയാം കേട്ടോ. ഞാൻ ആശുപത്രിയിലേക്ക് ഇറങ്ങുകയാണെന്നും അതുവരെ ആ സ്റ്റോർ റൂമിനകത്ത് ഇരുന്നാൽ മതിയെന്നും പറഞ്ഞു. ഞാൻ വന്നതിന് ശേഷം ഇങ്ങോട്ട് പോരാൻ കേട്ടോ എന്ന് പറഞ്ഞു. നീ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പോകുമ്പോഴേക്കും എനിക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് വിക്രം പറയുക. പിന്നെ എൻ്റെ ദൈവമേ, അതിനകത്ത് ഇരിക്കുന്നത് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ആ അലമാരയ്ക്കകത്ത് പുസ്തകങ്ങൾ എന്തെങ്കിലും ഉണ്ടാവും, അതുമായിട്ട് ചെന്നിരുന്നോ, ബോറടിക്കില്ല എന്ന് വേദ പറയാം വിക്രത്തോട്. വായിക്കാൻ തുടങ്ങിയാലേ ഉറങ്ങിപ്പോകുന്ന ഞാനാണെന്ന് പറയുമ്പം അതെന്തായാലും നല്ല കാര്യമല്ലേ, അപ്പം പിന്നെ സമയം പോകുന്നത് അറിയില്ലല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് വേണം ഉറക്കത്തിൽ കൂർക്കം വലിച്ച് ആ ശബ്ദം കേട്ട് ആരെങ്കിലും വന്ന് കയ്യോടെ പിടിക്കാനല്ലേ എന്ന് വിക്രം ചോദിച്ചു. എന്നാൽ പിന്നെ ഉറങ്ങണ്ടാന്ന് വെക്കണം, അത്രയല്ലേ ഉള്ളൂ, രാത്രി നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. തിരിച്ച് ഞാൻ ഇങ്ങോട്ട് തന്നെ വരാമെന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ ഭാര്യയും ഭർത്താവും കൂടി സിനിമയ്ക്ക് പോകുന്നത് പോലെയുള്ള ഒരു ഏർപ്പാടൊന്നും അല്ല ഇത് കേട്ടോ. വിക്രം ഇവിടെ ഇരിക്കുക, ഞാൻ പോയിട്ട് വേഗം ഒന്ന് വരാമെന്നും പറഞ്ഞുകൊണ്ട് വേദ ഇങ്ങനെ അവിടുന്ന് പോവുക. വിക്രത്തിന് പക്ഷേ സമാധാനമായിട്ടിരിക്കാൻ പറ്റൂല്ല. തൊട്ടടുത്ത നിമിഷം തന്നെ വേദ ഓട്ടോയും വിളിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴത്തേക്ക് ശ്രീജ വേദയുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ റൂമിലേക്ക് മാറ്റിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീജ പോവുക. എന്തെങ്കിലും വേറെ കാര്യമായിട്ട് പ്രശ്നമുണ്ടോ ശ്രീജടുത്തി എന്ന് ചോദിക്കുമ്പോൾ ഭാഗ്യത്തിന് ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ല, സ്ട്രെസ്സും ടെൻഷനും കാരണമാണെന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന് ശ്രീജ പറയുക. സത്യം പറഞ്ഞാൽ വേദ പോയപ്പോൾ മുതൽ അമ്മയുടെ ഉഷാറും കാര്യങ്ങളെല്ലാം പോയി, നനഞ്ഞ കോഴിയെ പോലെ എപ്പോഴും ഒരേ ഇരിപ്പാണെന്ന കാര്യമൊക്കെ ശ്രീജ പറയുക കേട്ടോ. ഇതുവഴിയാണെന്നും പറഞ്ഞ് അങ്ങനെ രണ്ടുപേരും കൂടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്ന് പോവുകയാണ്. അതാ റൂം, അങ്ങോട്ട് ചെല്ലുകട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ശ്രീജ എന്നിട്ട് വേദയെ അകത്തേക്ക് കയറ്റി വിട്ടു. അത് കഴിഞ്ഞ് ശ്രീജ അവിടെ നിന്ന് അങ്ങ് പോയി. ആ സമയത്ത് അച്ഛനും അമ്മയും അകത്തുണ്ടായിരുന്നു. അമ്മ മോളെ കണ്ടപ്പോഴത്തേക്കും മോളെ വേദയെന്നും പറഞ്ഞ് ഓടി ചെന്നു. എഴുന്നേറ്റ് വലിയ ഭയങ്കര ഇത്. അപ്പോൾ ഓടി ചെന്നിട്ട് അമ്മ എഴുന്നേക്കല്ലേ ഇരിക്കാൻ പറഞ്ഞു വേദ. അപ്പം അച്ഛനും തൊട്ടരികൾ ഇങ്ങനെ ഇരിപ്പുണ്ട്. മോളെ എന്നും പറഞ്ഞ് അമ്മ ഇങ്ങനെ വിളിക്കുക. മോളിതെങ്ങനെ അറിഞ്ഞു എന്ന് അമ്മ ചോദിച്ചു. അപ്പോൾ ശ്രീജയടുത്ത് എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞതാണെന്ന കാര്യം പറയുക. അപ്പോൾ എന്തായാലും നന്നായി, അങ്ങനെയെങ്കിലും എനിക്ക് കാണാനൊന്നും കഴിഞ്ഞല്ലോ നിന്നേന്ന് കമല പറഞ്ഞു. ഉറക്കത്തിൽ ഫിക്സ് വന്നതായിരുന്നു എന്ന് അച്ഛൻ പറയുക. അപ്പോൾ ഞാൻ അറിഞ്ഞു അച്ഛാ, ശ്രീജയടുത്ത് എന്നോട് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടം വേദയ്ക്കൊക്കെ ആണെങ്കിലും. അപ്പോഴേക്കും ഒരു നേഴ്സ് അങ്ങോട്ടേക്ക് വന്നു. കമലയുടെ ബൈസ്റ്റാൻഡർ. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു മാഷ്. ഡോക്ടർ വിളിക്കുന്നുണ്ട്, ഒന്ന് മുറിയിലേക്ക് ചെല്ലുക കേട്ടോ എന്ന് പറഞ്ഞു. ശരി ചെല്ലാമെന്ന് വിക്രം പറഞ്ഞു. അപ്പോൾ ഞാൻ പോയിട്ട് വരാം കേട്ടോ, നിങ്ങൾ സംസാരിക്കുന്നു പറഞ്ഞുകൊണ്ട് മാഷ് അവിടെ നിന്ന് അങ്ങ് പോയി.
അപ്പോൾ എന്താ അമ്മയെ പറ്റിയെന്ന് ചോദിക്കുമ്പം നിന്നെ അവനെയും പറ്റി ആലോചിച്ചിട്ടുള്ള സങ്കടം മോളെ, വേറെ ഒരു പ്രശ്നവും അമ്മയ്ക്കില്ല എന്ന് പറയുമ്പം എന്തിനാ അമ്മ ഇങ്ങനെ സങ്കടപ്പെടുന്നതെന്ന് ചോദിച്ചു വേദ. വിക്രത്തിന് ഒരു കുഴപ്പമുണ്ടാകില്ല എന്ന് പറയുമ്പോൾ എന്ന് കരുതി സമാധാനിക്കാൻ മനസ്സ് സമ്മതിക്കണ്ടേ എന്ന് കമല വേദയോട് ചോദിച്ചു. അവനെപ്പറ്റി ഓർത്തിട്ടുള്ള ഒരു ദുർസ്വപ്നങ്ങളാണ് എന്ന് ഞാൻ കാണുന്നതെന്ന് അമ്മ പറയുക. അപ്പം മുൻപൊരിക്കലും ഇതുപോലെയൊന്നും ഉണ്ടായിട്ടില്ല എന്നും അമ്മ വേദയോട് പറയുവാണ്. അരുതാത്തത് ചിന്തിക്കരുതെന്നൊക്കെ വിചാരിക്കും, പക്ഷേ നടക്കുന്നില്ല മോളെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ. അപ്പോൾ ചുറ്റും ആളുകൾ വേട്ടയാടാൻ നടക്കല്ലേ മോളെ എന്നൊക്കെ ചോദിച്ചാൽ സങ്കടം. എങ്ങനെ സമാധാനത്തോടെ ഇരിക്കുമെന്നൊക്കെ ചോദിക്കുമ്പം അമ്മ സമാധാനത്തോടെ തന്നെ ഇരുന്നോളൂ, ഒരു വേട്ടക്കാരനും വിക്രത്തെ ഞാൻ വിട്ടു കൊടുക്കില്ല എന്ന് വേദ അമ്മയ്ക്ക് വാക്ക് കൊടുക്കുക. അതിനുശേഷം ആരും കേൾക്കാതെ പതുക്കെ, അമ്മ ഇത് ആരോടും പറയരുത് കേട്ടോ, ദേ വിക്രത്തെ രക്ഷിക്കാനേ ഇതല്ലാതെ വേറെ ഒരു മാർഗവും ഞാൻ കണ്ടില്ല എന്നും വേദ പറയാണ്. വിക്രം എൻ്റെ കൂടെ ഉണ്ട് അമ്മയെന്ന് പറഞ്ഞപ്പോഴേക്കും അമ്മ എഴുന്നേറ്റിരുന്നു. വരുണിൻ്റെ മരണത്തിൽ വിക്രത്തിന് പങ്കില്ലെന്ന് നമ്മൾ തെളിയിക്കും അമ്മയെന്നും പറഞ്ഞു. അപ്പോഴത്തേക്കും അമ്മയ്ക്ക് അത്ഭുതം. ഇതിനൊക്കെ കാരണക്കാരായിട്ടുള്ള ചിലരുണ്ട്, അവരൊക്കെ നിയമത്തിന് മുന്നിൽ ഞാൻ കൊണ്ടുവരുമെന്നും വേദ പറയും അമ്മയോട്. അതുവരെ വിക്രം എൻ്റെ കൂടെ ഉണ്ടാകുമെന്നും. അന്നേരം കൂടെ എന്ന് പറഞ്ഞാൽ മോൾ എന്താ പറയുന്നത്? അപ്പോൾ എൻ്റെ കൂടെ തന്നെയുണ്ട് അമ്മേ എന്ന് വേദ പറയുക അമ്മയോട്. അപ്പോഴേക്കും അമ്മ വേദയെ കെട്ടിപ്പിടിച്ച് കരയും. അതുവരെ ഉണ്ടായിരുന്ന അമ്മയുടെ എല്ലാ ദുഃഖങ്ങളും മാറി. എൻ്റെ മോൻ ചെയ്ത പുണ്യാണ് നീ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ അമ്മ വേദയോട് പറയുക. അമ്മ റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞപ്പോഴും അമ്മ വേദയെ കെട്ടിപ്പിടിക്കുക. അങ്ങനെ അമ്മയും മോളും കൂടി ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുക കേട്ടോ. അമ്മയുടെ അസുഖങ്ങളൊക്കെ പമ്പ കടന്നു. എന്തായാലും അതെല്ലാം കഴിഞ്ഞതിന് ശേഷം വേദയും ദർശനും കൂടി കണ്ടുമുട്ടുന്നു. അവർ തമ്മിൽ സംസാരിക്കുന്നു, ഒരു കരിക്കൊക്കെ കുടിച്ചുകൊണ്ട്. അപ്പോൾ സാധാരണ വേദ എടുക്കുന്ന ഡിസിഷൻസിൽ വേദയുടേതായിട്ടുള്ളൊരു ശരിയുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നാൽ വിക്രമനോടൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചതിൽ പോലും വേദയുടേതായ ഒരു നിലപാടുണ്ടായിരുന്നു. പക്ഷേ അവിടുന്ന് ഇറങ്ങിപ്പോരാൻ തീരുമാനിച്ചത് ശരിക്കും സ്റ്റുപ്പിഡായിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരുന്നില്ലേ വേദ എന്ന് ദർശൻ ഇങ്ങനെ വേദയോട് ചോദിച്ചു. പിന്നെ ശരിക്കും പറഞ്ഞാൽ വേദ അതിന് പ്രേരിപ്പിച്ച് എന്താണെന്ന് ചോദിക്കുമ്പം ദർശനോട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റില്ല. ദർശനോടെന്നല്ല, ഇപ്പം ആരോടും എനിക്ക് ചിലത് പറയാനാവില്ല എന്ന് വേദ പറയുക. അന്നേരം ഒരു കാര്യം മാത്രം ഞാൻ പറയാം, വിക്രമനോട് പിണങ്ങിയോ അല്ലെങ്കിൽ വിക്രമുമായിട്ടുള്ള ബന്ധം ഒഴിവാക്കാനോ അല്ല ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് എന്ന് വേദ ദർശനോട് പറയുക. പകരം വിക്രമൻ്റെ ജീവൻ ഞാൻ കാരണം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ് എന്നിങ്ങനെ പറയുമ്പം വാട്ട് യു മീൻ? അത് ഞാൻ പറഞ്ഞില്ലേ ദർശൻ, എനിക്ക് ഒരുപാടൊന്നും ഇപ്പോൾ ദർശനോടാണെങ്കിലും പറയാൻ പറ്റത്തില്ല എന്ന്. പക്ഷേ വിക്രം ഇല്ലാതെ ഒരു ജീവിതം എനിക്കില്ല ദർശനെന്ന് വേദ ദർശനോട് പറഞ്ഞു. 1 വർഷം മുൻപ് വിക്രമൻ്റെ വീട്ടിൽ കയറി ചെന്നതും ഇപ്പോൾ തിരിച്ചിറങ്ങി പോകുന്നതും വിക്രമന് വേണ്ടി മാത്രമാണെന്ന് എനിക്കറിയാമെന്ന് വേദ ഇങ്ങനെ പറയാണ്. പിന്നെ സത്യത്തിൽ വേദ ഇത്രയും പേടിക്കുന്നത് ആരെയാണെന്ന് ദർശൻ ചോദിച്ചു. അത് പുറത്തു പറഞ്ഞാൽ തീരാവുന്ന കാര്യമല്ലേ ഉള്ളൂ. അങ്ങനെ വെറുതെ പുറത്ത് പറഞ്ഞതുകൊണ്ട് അവരെ തളയ്ക്കാനൊന്നും പറ്റില്ല ദർശൻ. ഒരു തരത്തിലും രക്ഷപ്പെടാനാവാത്ത വിധം അവരെ നിയമത്തിന് മുന്നിൽ എത്തിക്കണമെന്ന് വേദ പറയുവാണ്. പിന്നെ അതിന് പക്ഷേ ഇനി അധികം സമയം എൻ്റെ മുന്നിലില്ല എന്നും പറഞ്ഞു. അതുവരെ എനിക്ക് ആരോടും ഒന്നും വെളിപ്പെടുത്താനായിട്ട് പറ്റില്ല എന്നും പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് ദർശനോട് പോലും എന്നോട് ക്ഷമിക്കണം എന്നും വേദ പറയുമ്പം ശരി ആയിക്കോട്ടെ എന്ന് ദർശൻ പറഞ്ഞു. ഞാനിപ്പോൾ എന്താ ഇതിൽ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പം അത് പറയാം, പക്ഷേ അത് മറ്റാരും അറിയരുത് എന്ന് വേദ ദർശനോട് പറഞ്ഞപ്പോൾ ദർശനൊന്ന് ചിരിച്ചു. ദർശൻ ആരോടെങ്കിലും പറയും എന്ന് കരുതിയല്ല കേട്ടോ ഞാൻ ആവശ്യപ്പെടാൻ പോകുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ആളുകൾ അത് അറിയാനുള്ള സാധ്യതയും കാര്യങ്ങളും ഉണ്ട്. അത് പരമാവധി എങ്ങനെ അറിയാതെ ചെയ്യണമെന്ന് ദർശനൊന്ന് ആലോചിക്കണം. അതിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് ദർശൻ ചോദിച്ചു. ആ സമയത്ത് വേദ കുറേ കാര്യങ്ങൾ ദർശനോട് പറഞ്ഞു. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം. ആ സമയത്ത് ദർശനും വേദയും കൂടി അവിടെ നിന്ന് സംസാരിക്കുന്നത് അച്ഛൻ, അതായത് ശങ്കരൻ കാണുവാണ്. അദ്ദേഹം അതുവഴി വന്നപ്പോഴാണ് ഇവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് കരിക്ക് കുടിക്കുന്നത് കാണുന്നത്. അത് കണ്ടപ്പോൾ തൊട്ട് അച്ഛനിരുന്ന് ഇങ്ങനെ ആലോചന തുടങ്ങി. ഭയങ്കര ആലോചന അച്ഛനെ. എന്നിട്ട് അദ്ദേഹം അങ്ങ് പോന്നു. ഈ സമയത്ത് ദർശൻ കരിക്കിൻ്റെ കാശൊക്കെ കൊടുത്തിങ്ങ് തിരിഞ്ഞിട്ട് ഇതുവരെ ആയിട്ടും വേദ എന്നോട് പറയാത്തൊരു കാര്യമുണ്ട്. ആരോടുള്ള ഫൈറ്റിനാണ് താൻ ഇറങ്ങി പുറപ്പെടുന്നതെന്ന്. അപ്പം അത് ദർശൻ വൈകാതെ അറിയുമെന്നും അതിനു മുൻപ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണമെന്നും പറഞ്ഞു. പരമാവധി രഹസ്യമായിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് കഴിയുമ്പോൾ വിക്രം കോടതി മുൻപാകെ സറണ്ടർ ആകുമെന്നാണോ പറയുന്നത്? അപ്പോൾ ഉറപ്പായിട്ടും അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ വിക്രം എവിടെയാണെന്ന് വേദയ്ക്ക് അറിയാം അല്ലേ എന്ന് ദർശൻ ചോദിച്ചു. വേദ ഒന്ന് ചിരിച്ചു കേട്ടോ. പുളിക്കൻ എവിടെയാണെന്ന് കണ്ടെത്തെടുത്താത്തോളം കാലം അതിന് പ്രസക്തി ഇല്ല
എന്ന് വേദ അന്നേരം പറയുക. അതാദ്യം നമ്മൾ അറിയുക വേണ്ടത്. അതിനുശേഷം അയാളുടെ പിന്നിൽ ആരാണെന്ന് അറിയണം. അതും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളും കണക്റ്റഡ് ആണെങ്കിൽ മറിഞ്ഞിരിക്കുന്ന ചില ആളുകളെ ഞാൻ പുറത്ത് കൊണ്ടുവരുമെന്ന് വേദ പറയാം. അന്ന് ദർശൻ എന്നോടൊപ്പം നിന്നാൽ മതിയെന്ന് മാത്രമെന്ന് പറയുമ്പം ശരിയെന്ന് പറഞ്ഞു. പോകുന്ന വഴിക്ക് എന്നെ ഒന്ന് വിട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോകണം. ഈ സമയത്ത് ദീപ്തി അവിടെ ഇരിക്കും. അപ്പോൾ വർഷയും അതുപോലെ അമ്മയും കൂടി അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങുന്നു. അപ്പോൾ അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് ശ്രീയേട്ടൻ വരുമ്പോൾ ഫുഡ് എടുത്ത് കൊടുക്കണേ ദീപ്തി എന്നും പറഞ്ഞുകൊണ്ട് വർഷമെല്ലാം ദീപ്തിയെ പറഞ്ഞ് ഏൽപ്പിക്കണം. അങ്ങനെ അവർ രണ്ടുപേരും പോയി. ദീപ്തി കഥ കടച്ച് അങ്ങനെ ഇരിക്കും കേട്ടോ. എന്നിട്ട് പതുക്കെ വേദയുടെ മുറിയുടെ അടുത്തേക്ക് വരും. അപ്പോൾ വേദയുടെ മുറിയുടെ അടുത്തേക്ക് വന്നപ്പോൾ വേദയുടെ അരികിൽ നിന്ന് സംസാരം അത് ദീപ്തി കേൾക്കുക. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റണം എന്ന് തന്നെയാണ് എനിക്കും. അധികം അത് വൈകില്ല ഉറപ്പെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു വേദയും അതുപോലെ വിക്രം. ദീപ്തി ഒന്നിച്ച് വട്ടം പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാൻ. ടാറ്റാ.